ഡിയർ സ്റ്റുഡൻസ്, എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിലെ 2B മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്നുള്ള സെക്ഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്താണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്നുള്ളത്? അതായത് നമ്മുടെ പ്രകൃതി എങ്ങനെയൊക്കെ മലിനപ്പെടുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ എൻ്റെ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഓരോ സ്പീഷീസിനും എന്ത് തരത്തിലാണ് പ്രകൃതിയിൽ നിന്നും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇവ എങ്ങനെയൊക്കെ ഹാനികരമാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 5ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു എസ്സെയാണ് എന്നു പറയുന്നത് പൊല്യൂഷൻ എന്ന് പറയുന്നത്, മലിനീകരണം. ഏതൊക്കെ തരത്തിൽ പൊല്യൂഷൻസ് ഉണ്ട്, ആ പൊല്യൂഷൻസ് ഏതൊക്കെ എവിടെയൊക്കെ ഉണ്ട്, എങ്ങനെ അതിനെ തടയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മീനിങ് ആൻഡ് ഡെഫിനേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അങ്ങനെ ആദ്യത്തെ നമ്മുടെ ഡെഫിനേഷൻ നോക്കാൻ പോവുകയാണ്. എന്താണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്? പൊല്യൂഷൻ റെഫേഴ്സ് ടു എനി അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ physical, chemical or biological characteristics on air, water and land that will harmfully affect human life and the lives of desirable species. അപ്പോൾ നമ്മൾ പൊല്യൂഷൻ്റെ ഡെഫിനേഷൻ നോക്കുകയാണ്. പൊല്യൂഷൻ റെഫേഴ്സ് ടു എനി അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓൺ എയർ, വാട്ടർ ആൻഡ് ലാൻഡ്. അതായത് വെള്ളം, ഭൂമി, പിന്നെ അന്തരീക്ഷം, ഇവയ്ക്ക് അൺഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തീരുമാനിക്കാത്ത, പ്രെഡിക്റ്റ് ചെയ്യാത്തതെന്നാണ് അതിനർത്ഥം വരുന്നത് കേട്ടോ. നമ്മൾ തീരുമാനിക്കാത്ത ഒരു രീതിയിൽ ഹാംഫുള്ളായിട്ട് എന്തെങ്കിലും ചേഞ്ചുകൾ വരികയാണെങ്കിൽ അതിനെ ഹാംഫുൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളുക. ഫിസിക്കൽ വരാറുണ്ട്, കെമിക്കൽ വരാറുണ്ട്, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരാറുണ്ട്. ഏതിൻ്റെയൊക്കെ? എയറിൻ്റെയും വാട്ടറിൻ്റെയും ലാൻഡിൻ്റെയും. ദാറ്റ് വിൽ ഹാംഫുള്ളി എഫക്ട്സ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദ ലൈഫ്സ് ഓഫ് ദി ഡിസൈറബിൾ സ്പീഷീസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഒന്നെങ്കിൽ മനുഷ്യൻ്റെ ഇത് നേരിട്ടോ അല്ലെങ്കിൽ പറയുന്ന ഡിസൈറബിൾ സ്പീഷീസ് എന്നാണ് പറയുന്നത്. ഡിസൈറബിൾ സ്പീഷീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ എന്ത് തരത്തിലും നമ്മൾ ഇതിന് ഇരയാവുന്നതായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അതിനകത്ത് വരും. കാണാൻ പറ്റുന്നതും കാണാൻ പറ്റില്ലാത്തതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊല്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊല്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ഇൻട്രൊഡക്ഷൻ ബൈ ഹ്യൂമൻസ് ഡെലിബറേറ്റ്ലി ഓർ ഇൻഅഡ്വർട്ടൻ്റ്ലി or substances of energy that include heat, radiation, noise into the environment, resulting in a deleterious effect. ഈ ഡെഫിനേഷനിൽ പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്, മനുഷ്യർക്ക് ഡെലിബറേറ്റ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായോ അല്ലെങ്കിൽ ഇൻഅഡ്വർട്ടൻ്റ്ലി എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായോ എനർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റാൻസ്, അതിൻ്റെ ഹീറ്റ്, റേഡിയേഷൻ, നോയ്സ് ഇൻ ടു ദി എൻവയോൺമെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എൻവയോൺമെൻറ്റ് അതായത് അന്തരീക്ഷത്തിൻ്റെ പ്രതലത്തിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുന്ന അശ്രദ്ധമായോ അല്ലെങ്കിൽ മനഃപൂർവ്വമായോ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന താപം അല്ലെങ്കിൽ പറയുന്ന കിരണങ്ങൾ, അതുമല്ല എങ്കിൽ സൗണ്ട് വികിരണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെന്താണ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഡെലറ്ററിയസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നാശകരമായ അല്ലെങ്കിൽ ദോഷമുള്ളതായ എഫക്റ്റുകൾ ഉണ്ടാക്കുന്ന ഈ പറയുന്ന ഘടകങ്ങളെയെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു എൻ്റയർ സ്ട്രാറ്റജിയിലാണ് നമ്മളെന്താ പറയുന്നത് പൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രധാനമായി വരുന്ന അതിൻ്റെ 4ാമത്തെ പാരഗ്രാഫ് നോക്കുക. വേരിയസ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് നെയിംലി എയർ, വാട്ടർ, സോയിൽ, മറൈൻ, നോയ്സ്, തെർമൽ ആൻഡ് ന്യൂക്ലിയർ പൊല്യൂഷൻസ് ആർ ഡിസ്കസ്ഡ് ബിലോ. നമ്മളിപ്പോൾ ഓരോന്നായിട്ട് നോക്കാൻ പോകണം. ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കുന്നതാണ്. പണ്ട് പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. ഒന്നാമത്തെയാണ് പറയുന്നത് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് അന്തരീക്ഷ മലിനീകരണം? എയർ പൊല്യൂഷൻ ഈസ് ബേസിക്കലി ദ പ്രസൻസ് ഓഫ് ഫോറിൻ സബ്സ്റ്റൻസസ് ഇൻ എയർ ഇൻ excessive concentration which adversely affects the well-being of the individual or cause damages in property. ഓക്കെ, അതിൻ്റെ അത് പറയുന്ന ഒരു കാര്യമാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രസൻസ് ഓഫ് ടോക്സിക് കെമിക്കൽസ് ഓർ കോമ്പൗണ്ട്സ് ഇൻ ദ എയർ generally resulting from the activity of a man in high concentration which affects the comfort, health or വെൽഫെയർ ഓഫ് പേഴ്സൺസ്. അതായത്
വായുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വായുവിൽ അടിഞ്ഞുകൂടുന്ന ചില കെമിക്കൽസിൻ്റെയോ അല്ലെങ്കിൽ കെമിക്കൽ കോമ്പസിഷൻ്റെയോ പ്രസൻസ് പൊതുവായിട്ട് അതെങ്ങനെയാണ് വരുന്നത്? മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇൻ ഹൈ കോൺസെൻട്രേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രവർത്തനങ്ങളിൽ നിന്നോ വിച്ച് അഫക്റ്റ് ദ കംഫർട്ട്, ഹെൽത്ത് ഓർ വെൽഫെയർ ഓഫ് പേഴ്സൺസ്, ആളുകളുടെ സുസ്ഥിരമായ ജീവിതത്തിനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ അതുമല്ല എങ്കിൽ ക്ഷേമത്തിനോ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എയർ പൊല്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ പൊല്യൂട്ടൻസ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡ് ഇൻറ്റു പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രധാനമായിട്ടും ഈ പൊല്യൂഷനെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് പ്രൈമറി പൊല്യൂഷൻ എന്നും രണ്ട് സെക്കൻഡറി പൊല്യൂഷൻ എന്നുമാണ് തരംതിരിക്കുന്നത്. എന്താണ് പ്രൈമറി പൊല്യൂട്ടൻസ്? പ്രൈമറി പൊല്യൂട്ടൻസ് ആർ ദോസ് പൊല്യൂട്ടൻസ് എമിറ്റഡ് ഡയറക്ട്ലി ഫ്രം ഐഡൻറ്റിഫയബിൾ സോഴ്സസ്. നമുക്ക് അറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ഉറവിടങ്ങളിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഈ പൊല്യൂഷൻ്റെ എഫക്റ്റുകളെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. There are 5 primary pollutants that together contribute to about 90% of the global air pollution. ആകെയുള്ള അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ 90% 5 ഘടകങ്ങളിൽ നിന്നാണ് വരുന്നത്. ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരുന്ന വാതകങ്ങൾ? ഒന്ന്, ദീസ് ആർ കാർബൺ ഓക്സൈഡ്സ് CO ആൻഡ് CO2. അതിന് കാർബൺ ഡൈ ഓക്സൈഡ് CO2, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ് ആൻഡ് volatile organic compounds, that is hydrocarbons, and suspended particulate matter, that is SPM, emanates from മൈനിങ്. അതായത് മൈനിങ്ങിൽ നിന്നും, ഖനനത്തിൽ നിന്നും പുറത്ത് വരുന്ന ഈ പറയുന്ന SPM എന്ന് സസ്പെൻഡഡ് പാർട്ടിക്കുലർ മാറ്റർ എന്നുള്ളത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെയൊക്കെ എന്തെന്ന് വിളിക്കാൻ സാധിക്കും? പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെയാണ് പറയുന്നത് സെക്കൻഡറി പൊല്യൂട്ടൻസ്. Secondary pollutants are those pollutants that are emitted when certain chemical reactions takes place among the primary pollutants. Example, sulfuric acid, nitric acid, carbonic acid, etc. അതായത് ഈ പറയുന്ന ഘടകങ്ങൾ നേരിട്ട് വരുന്നവ അല്ല, പകരം എങ്ങനെയാണ് വരുന്നത്? ഈ പറയുന്ന ചില ആസിഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അതാണ് ആണവ റിയാക്ടറുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ അവിടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ലാത്ത താമസിക്കാനായിട്ട് തൊട്ടടുത്തായിട്ട് താമസിപ്പിക്കാതെ ഇരിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടൊരു ഘടകം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ധാരാളമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനിയാണ് കോസസ് ഓർ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത് പറയുന്നതാണ് നാച്ചുറൽ സോഴ്സസ്, രണ്ട് മാൻമെയ്ഡ് സോഴ്സസ് എന്നാണ് പറയുന്നത്. ഒന്ന് നാച്ചുറൽ സോഴ്സ്, അതായത് സാധാരണയായിട്ട് പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പൊല്യൂഷൻ കോസ്ഡ് ബൈ നേച്ചർ ആർ കോൾഡ് നാച്ചുറൽ സോഴ്സ്. ദിസ് മേ ബി ഡ്യൂ ടു volcanoes which release ash, dust, sulfur and other gases, or by forest fires caused by lightning, decay of organic matter and pollen grains floating in air. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പറയുന്നത് ഈ നാച്ചുറൽ സോഴ്സസുകളിൽ നിന്ന്, അതായത് സാധാരണയായിട്ടുണ്ടാകുന്ന വഴികളിൽ നിന്ന് പൊല്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഇത് പ്രകൃതിദത്തമായിട്ട് തന്നെ ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്? നാച്ചുറൽ സോഴ്സസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പറയുന്നത് ഏതൊക്കെയാണ്? ഡ്യൂ ടു വോൾക്കാനോസ് വിച്ച് റിലീസ് ആഷ്, ഡസ്റ്റ്, സൾഫർ ആൻഡ് അതർ ഗ്യാസസ് എന്നാണ് പറയുന്നത്. അതായത് ഈ വോൾക്കാനോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അഗ്നിപർവ്വതം സ്ഫോടനത്തിൽ നിന്ന് പുക, പിന്നെ എന്താണ് ചാരം, പിന്നെ മറ്റേ ഈ പറയുന്ന ഗ്യാസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാറുണ്ട്. ഓർ ബൈ ദി ഫോറസ്റ്റ് ഫയർസ് കോസ് ബൈ ലൈറ്റ്നിങ്, അതായത് ഈ ഇടിമിന്നലൊക്കെ ഇതിൽ നിന്ന് പിന്നെ കാടിന് തീ പിടിക്കാറുണ്ട്. മനസ്സിലായോ? അത് ഈ കാട്ടുതീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് എന്തോരം ഉണ്ടായെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ നടന്ന ഡിക്കേ ഓഫ് ഓർഗാനിക് മാറ്റർ. ഡിക്കേ എന്ന് പറഞ്ഞാൽ കേടുപാടുകൾ. ആൻഡ് പോളൻ ഗ്രെയിൻസ് മീൻസ് ഈ പരാഗണധാന്യങ്ങളുടെയൊക്കെ ഈ പൂവിൻ്റെ പൊടിയില്ലേ, പൂമ്പൊടി എന്ന് പറയുന്ന സാധനം, പരാഗണത്തിന്, അതാണ് പറയുന്നത് പോളൻ ഗ്രെയിൻസ് ഫ്ലോട്ടിങ് ഇൻ ദി എയർ. അതായത് ഈ 1-2 ചെമ്പരത്തിൻ്റെ അല്ലെങ്കിൽ ചെറിയ പൂവിൻ്റെ പൊടി പോകുന്നല്ല പറയുന്നത്, ഇത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏരിയ ആണ് പറയുന്നത്. അതുകൊണ്ട് അത്രത്തോളം
എന്തുണ്ട്, ഈ ടെസ്റ്റ് മോഡൽ ഈ സാധനം ഇത് അന്തരീക്ഷത്തിലേക്ക് പറക്കുന്നു. ഇതെല്ലാം എന്തിന് കാരണമാണ്? നാച്ചുറൽ സോഴ്സസ് തന്നെ. ഇനിയുള്ളതാണ് പറയുന്നത് മാൻ മെയ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ പൊല്യൂഷൻ, എന്താണ്, എക്സ്പ്ലോഷൻ, ഡെഫോറസ്റ്റേഷൻ, അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഹൂസ് എഫക്ട്സ് ക്യാൻ ബി ഫോളോഡ്. അപ്പോൾ ഇതിനകത്ത് നാച്ചുറൽ സോഴ്സ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്താണ്? ദീസ് പൊല്യൂട്ടൻസ് ടെൻ ടു റിമെയിൻ ദി അറ്റ്മോസ്ഫിയർ ഫോർ എ ഷോർട്ട് ടൈം ആൻഡ് ഡു നോട്ട് ലീഡ് ടു പെർമനൻറ്റ് അറ്റ്മോസ്ഫിയറിക് ചേഞ്ച്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ കേടുപാടുകൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ പറയുന്ന ചെടിയിൽ നിന്ന്, അതിൻ്റെ പൂമ്പൊടിയിൽ നിന്നൊക്കെ ഈ പറയുന്ന സാധനങ്ങൾ ഇജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു പെർമനൻ്റ് സ്ഥായി ആയിട്ടുള്ള സംഭവമല്ല. ഇത് ഒക്കേഷണലി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇതൊരു ഷോർട്ട് ടൈമിലേക്കുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് വലിയ ദീർഘകാലത്തേക്ക് നിൽക്കുന്ന കാര്യം അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് തിങ് ആണ് മാൻമെയ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. എന്താണ് മാൻമെയ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്? ഇതിൻ്റെ അകത്ത് വരുന്ന ഇതാണ്. ദീസ് ആർ ദ പൊല്യൂഷൻ, explosion and deforestation, urbanization and industrialization whose effects can be as follows. ഒന്നാമതാണ് മാൻ മെയ്ഡ്. ഇത് പ്രകൃതിക്ക് ഇതിൻ്റെ അകത്ത് വലിയ റോളുകളൊന്നുമില്ല. പിന്നെ എന്താണ്, മനുഷ്യർ തന്നെ ഒപ്പിക്കുന്ന ഓരോ പരിപാടികളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിനെന്താണ്? ബേണിംഗ് ഓഫ് ഫ്യൂൾസ് ലൈക്ക് വുഡ്, കൗഡൻ കേക്ക്സ്, കോൾ ആൻഡ് കെറോസിൻ ഇൻ എ ഹോം, പൊല്യൂട്ടിങ് ദി എയർ. ഇത് പഠിക്കണം കേട്ടോ. ഈ പുതിയ പുതിയ ഒത്തിരി വേർഡുകൾ ഇതിനകത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന വേർഡുകളുണ്ട്. ഇതുകൊണ്ടേ മാത്രമേ നിങ്ങൾക്ക് എസ്സേ കാര്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ പറയുന്ന ഒന്നാമത്തെയാണ് പറയുന്നത് ബേണിംഗ് ദി ഫ്യൂവൽസ് ലൈക്ക് വുഡ്, അതായത് വിറക്. പിന്നെയാണ് ഈ കൗഡൻ കേക്ക്സ് എന്ന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. വിറകിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ചാണകം. ഇങ്ങനെ റോഡിൽ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും, വെയിലത്ത് ഇതിങ്ങനെ ചെറിയ ഈ വട്ടത്തിൽ, എന്താണ് നമ്മുടെ സാധാരണ ഈ എന്താണ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വട്ടത്തിൽ, അതുപോലെ ഇങ്ങനെ വട്ടത്തിൽ അതിങ്ങനെ ഉണങ്ങാൻ വെച്ചിരിക്കുന്നതാണ്. അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേന് ആ സാധനം കൊണ്ട് കത്തിക്കും. നല്ല അതിൽ നിന്ന് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി തീ കുറച്ച് നേരം കത്തി നിൽക്കുന്നൊരു സംഭവമാണ്. പേപ്പർ പോലെ കത്തി അങ്ങ് പോകുന്നതല്ല. അതാണ് ഈ കൗഡൻ കേക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് കൽക്കരി, മണ്ണെണ്ണ തുടങ്ങിയ ഈ ഫ്യൂവൽസ് എല്ലാം അതിൻ്റെ അത് വരുന്നതാണ്. രണ്ട്, എക്സോസ്റ്റ് ഗ്യാസ് എമിറ്റഡ് ബൈ മോട്ടോർ വെഹിക്കിൾസ് വിച്ച് പൊല്യൂട്ട് ദി എയർ ആർ ദ മേജർ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ ഇൻ ബിഗ് സിറ്റീസ്. അതായത് ഈ പറയുന്ന കൊൽക്കത്ത, ന്യൂഡൽഹി, ബോംബെ ഇങ്ങനെയുള്ള വലിയ വലിയ നഗരങ്ങളിലൊക്കെ എപ്പോഴും വാഹനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള എന്താണ് ഫ്യൂവൽ പിന്നെ കത്തിക്കഴിയുമ്പോൾ അതിൻ്റെ എന്താണ് പുക, അങ്ങനെയുള്ള എമിഷൻസ് വരുന്നത്, അതും ഇതിനൊരു പ്രത്യേക പ്രശ്നമുള്ള സാധനമാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഡസ്ട്രീസ് പൊല്യൂട്ടഡ് എയർ ബൈ റിലീസിങ് വേരിയസ് ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ് സച്ച് ആസ് സൾഫർ ഡയോക്സൈഡ്. പിന്നെ പറയുന്നതാണ് ഏതാണ് ഓക്സൈഡ്സ് ഓഫ് കാർബൺ, നൈട്രജൻ ഓക്സൈഡ്, ക്ലോറിൻ ആൻഡ് ആസ്ബറ്റോസ് ഡസ്റ്റ് ആൻഡ് ദ സിമെൻറ്റ് ഡസ്റ്റ്. അല്ലേ, ഈ വ്യവസായ മേഖലകളിൽ നിന്നുള്ള, അതായത് വ്യവസായ സംരംഭങ്ങളിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നൊക്കെ ധാരാളം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയലൈസേഷനും കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് സിമെൻറ്റ് പൊടികൾ, പിന്നെ എന്താണ് ഈ ഓക്സൈഡ്സ് ഓഫ് കാർബൺ, നൈട്രജൻ ഓക്സൈഡ്, ക്ലോറിൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ ഈ പറയുന്ന മാൻമെയ്ഡ് സോഴ്സാണ്. പിന്നെ തെർമൽ പവർ പ്ലാന്റ്സ്, അത് മാത്രം അണ്ടർലൈൻ ചെയ്യും. നിങ്ങളിത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അണ്ടർലൈൻ ചെയ്ത് പഠിക്കില്ല, എല്ലാം കൂടെ ഒറ്റയടിക്ക് സെൻസായിട്ട് പഠിക്കാൻ നോക്കേണ്ടത്. അത് മാത്രം അണ്ടർലൈൻ ചെയ്യുക. തെർമൽ പവർ പ്ലാന്റ്സ് കേട്ടുള്ളതായിരിക്കും. പിന്നെ അടുത്തത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. പിന്നെ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, അതായത് കീടനാശിനികളും വളങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ. അടുത്ത ഇൻഡിസ്ക്രിമിനേറ്റ് കട്ടിങ് ഓഫ് ട്രീസ് ആൻഡ് ക്ലിയറിങ് ഓഫ് ഫോറസ്റ്റ് ഇൻക്രീസ് ദി എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് പറഞ്ഞത്. ഇൻഡിസ്ക്രിമിനേറ്റ് കട്ടിങ് ഓഫ് ട്രീസ് ആൻഡ് ക്ലിയറിങ് ഓഫ് ഫോറസ്റ്റ്. ഈ പറയുന്ന കാടുകൾ ക്ലിയർ ചെയ്യുന്നതിലൂടെയും മരങ്ങൾ കട്ട് ചെയ്യുന്നതിലൂടെയും അത് ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അടുത്ത് യൂസ് ഓഫ് ഫ്ലോറോ കാർബൺസ് ഇൻ റെഫ്രിജറേഷൻ, അതായത് ഏറ്റവും കൂടുതൽ ഈ റെഫ്രിജറേറ്റേഴ്സ്, ഫ്രിഡ്ജുകൾ, അങ്ങനെ ഐസിങ്ങുമായി ബന്ധപ്പെട്ട് തണുപ്പിക്കുന്ന സാധനങ്ങളൊന്നും കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഈ AC അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ അതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ പറയുന്നതാണ് സ്മോക്കിംഗ് പൊല്യൂട്ട്സ് എയർ ബൈ കാർബൺ മോണോക്സൈഡ് ആൻഡ് നിക്കോട്ടിൻ. അത് അടുത്ത പ്രശ്നമാണ്. നമ്മൾ ഈ പുകവലിയുമായി ബന്ധപ്പെട്ടാണ്. പുകവലിക്കുന്ന സമയത്ത് അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ നിക്കോട്ടിൻ എന്നുള്ള വിഷമയമായിട്ടുള്ള പുക പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? എയർ പൊല്യൂഷന് കാരണമാകുന്നതാണ്. അടുത്തത് അതിങ്ങനെയാണ് പറയുന്നത്. എന്താണ് ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്, ആനിമൽസ്, പ്ലാന്റ് ആൻഡ് പ്രോപ്പർട്ടി. മനുഷ്യനും സസ്യങ്ങൾക്കും
ജീവജാലങ്ങൾക്കും എങ്ങനെയാണ് എയർ പൊല്യൂഷൻ സൈഡ് എഫക്ട്സ് ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? ഒന്ന്, അഫക്ട്സ് റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ശ്വസനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമുക്ക് ശ്വസിക്കുന്നതിന് വേണ്ടി ശ്വാസകോശത്തിൽ ഇങ്ങനെയുള്ള ഡസ്റ്റുകളും മറ്റു സാധനങ്ങളെല്ലാം കയറും. അതതിനകത്ത് ഒരു പ്രശ്നമാണ്. അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് പറയുന്നത്? ബ്രോങ്കൈറ്റിസ്, ആസ്മ, പിന്നെ എന്താണ് ലങ് ക്യാൻസർ, ട്യൂബർക്കുലോസിസ് ആൻഡ് ന്യൂമോണിയ തുടങ്ങിയ കാര്യങ്ങൾ. ന്യൂമോണിയയുടെ സ്പെല്ലിങ്ങൊക്കെ നോക്കുക, PNEUMONIA അല്ലേ, ന്യൂമോണിയ എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് വരുന്നതാണ്. രണ്ടാമത്തെ കാര്യമാണ് പറയുന്നതാണ് അഫക്ട്സ് സെൻട്രൽ നെർവ് സിസ്റ്റം. ഓക്കെ, അതായത് ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ വരുന്ന ടോക്സിക് ആയിട്ടുള്ള ഈ ഗ്യാസുകൾ ഇത് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നു. സഫോക്കേഷൻ എന്ന് പറയുന്നത് ശ്വാസം മുട്ടൽ ആൻഡ് ഡെത്ത്സ് ടു ഹ്യൂമൻ ബീയിങ്സ്. ശ്വാസം മുട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആൾ മരിച്ചു പോകും അല്ലേ? അതതിനകത്ത് പറയുന്നത്. പിന്നെ ഉള്ളത് ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ. ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഈ ഗ്യാസസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് നേരെ അന്തരീക്ഷത്തിലേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഓസോൺ ലെയറിന് കേടുപാട് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. പിന്നെ പറയുന്നത് കോസസ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ന്യൂസുകളിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഈ ഗ്യാസുകളും മറ്റ് പ്രകടനങ്ങളെല്ലാം കൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? മേഘങ്ങളിലെ കൂടി അവ പിന്നെ അത് മഴയായിട്ട് താഴ്ത്ത് വരുന്നു. ഇത് എന്തിനാണ് പ്രധാനമായിട്ട് വരുന്നത് പറഞ്ഞാൽ ആനിമൽസ്, ട്രീസ്, ക്രോപ്പ്, പ്ലാന്റ്, ഇങ്ങനെയുള്ള ഈ പറയുന്ന മൊണ്യൂമെൻറ്റ്സ്, പിന്നെ എന്താണ് സ്റ്റാറ്റ്യൂസ്, മെറ്റൽ സ്ട്രക്ചേഴ്സ്, അത് ഏറ്റവും കൂടുതൽ വരുന്ന ഈ മെറ്റലിൻ്റെ ഇതാണ്. മെറ്റൽ പാർട്സുകളിലും കൃഷിയിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മുകളിലോട്ട് ഇത് വന്ന് വീണ് കഴിയുമ്പോഴത്തേക്കിനും എപ്പോഴും അത് ആസിഡ് രൂപത്തിലല്ലേ, അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉള്ളത് ഗ്രീൻ ഹൗസ്. അതിൻ്റെ ഇത് പിന്നെ കളറ് പോവുകയും അത് ദ്രവിച്ച് പോകുന്നു, അങ്ങനെയുള്ള വെന്ത് പോകുന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അടുത്ത പറയുന്നതാണ് ഗ്രീൻ ഹൗസ് എഫക്ട്സ് ആൻഡ് ഗ്ലോബൽ വാർമിങ്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യം ഇങ്ങനെയാണ്. ഇറ്റ് കോസ് ഗ്രീൻ ഹൗസ് എഫക്ട്സ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് വിച്ച് ലീഡ്സ് ടു എക്സസീവ് ഹീറ്റിംഗ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ എന്നാണ്. അത് ഭൂമിയുടെ പ്രതലം ചൂടാകുകയും അതിൽ നിന്ന് എക്സസീവായിട്ടുള്ള ഹീറ്റ് ടെമ്പറേച്ചർ പുറത്തേക്ക് പുറപ്പെടുവിക്കുകയും ഇത് ഫർദർ ലീഡിങ് ടു ദി വെരിവിറ്റി ആൻഡ് റൈസ് ഇൻ ദ സീ ലെവൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നാമത് നേരെ എന്ത് ചെയ്യും? ഈ പറയുന്ന ഈ മഞ്ഞുമലകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉരുകുന്നതിന് വലിയൊരു കാരണമാകും. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഈ സൈഡിലുള്ള വെള്ളത്തിൻ്റെ ഉള്ള ജലാശയങ്ങളൊക്കെ അങ്ങനെ ചൂട് കയറി കഴിഞ്ഞാൽ അവ നീരാവിയായിട്ട് എന്ത് ചെയ്യുന്നു? അതെല്ലാം വറ്റിപ്പോകുന്നതിലേക്ക് കാരണമാകുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് കോസ് ഓഫ് സീരിയസ് എയിൽമെൻറ്റ്സ്. എയിൽമെൻറ്റ്സ് എന്ന് പറയുന്നത് രോഗങ്ങൾ വരുന്നു അല്ലേ? അതായത് ഈ പറയുന്ന മെറ്റൽ എലമെൻറ്റുകളിൽ പിന്നെ പറയുന്ന കീടനാശിനി, രാസവളങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും ധാരാളം രോഗങ്ങൾ, എയിൽമെൻറ്റ്സ് പുറത്തേക്ക് വരുന്നതിനുള്ള കാരണമാകുന്നതാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ എയർ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് മെത്തേഡ്സ് ഓഫ് കൺട്രോളിങ് ഗ്യാസസ് പൊല്യൂട്ടൻസ്. ഒന്നാമത്തെയാണ് പറയുന്നത് ഇത് നമ്മൾ ഇങ്ങനെയാണ്. ഒന്നാമത്തെയാണ് കമ്പഷൻ എന്ന് പറയുന്ന ഒന്നാണ്. കമ്പഷൻ ഉദ്ദേശിക്കുന്നത് ജ്വലിക്കുക അല്ലെങ്കിൽ എരിയുക എന്നാണ് പറയുന്നത്. ദിസ് ടെക്നിക്സ് ഈസ് അപ്ലൈഡ് വെൻ ദ പൊല്യൂട്ടൻസ് ആർ ഓർഗാനിക് ഗ്യാസസ് ആൻഡ് വേപ്പേഴ്സ്. ഈ ടെക്നിക്ക് എപ്പോൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയുടെ സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പൊല്യൂട്ടൻസ്, അതായത് ഈ മലിനീകരണം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ഓർഗാനിക് ഗ്യാസ് അല്ലെങ്കിൽ വേപ്പേഴ്സ് എന്നാണ് പറയുന്നത്. ദി ഓർഗാനിക് എയർ പൊല്യൂട്ടൻസ് ആർ സബ്ജക്റ്റ് ടു ഫ്ലെയിം കമ്പഷൻ ഓർ കാറ്റലിറ്റിക് കമ്പഷൻ when they are converted to less harmful product carbon dioxide and harmful product water. അതായത് നമ്മൾ ഈ വലിയ അമിതമായി വരുന്ന, ഇത്രയും അർത്ഥമുള്ളൂ, അമിതമായി ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ ഈ പറയുന്ന എമിഷൻസിനെ നമ്മളിത് ഹാംഫുൾ അല്ലാത്ത ചെറിയ തോതിലുള്ള മറ്റ് രൂപത്തിലുള്ള ഗ്യാസായിട്ട് നമ്മളതിനെ എന്നാ ചെയ്യാൻ പോവുകയാണ്? കൺവേർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ കമ്പഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഹിയർ the polluted air containing gases pollutants is passed through a scrubber containing a suitable liquid absorbent. The liquid absorbent the harmful gases pollutants present in air. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഒരു സ്ക്രബ്ബറിൻ്റെ അകത്തോടെ എന്ത് ചെയ്യുന്നു? ഇവയെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനകത്തൊരു ലിക്വിഡ് അബ്സോർബൻ്റ് ഉണ്ട്. ഈ അബ്സോർബൻ്റ് ഇതിനെ എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുന്നു. അതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് പറയുന്നത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ADSORPTION. അതായത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന അർത്ഥമുള്ള എന്താണ്? അതിശോഷണം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതിശോഷണം ചെയ്യുക. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദി പൊല്യൂട്ടഡ് എയർ ഈസ് പാസ്ഡ് ത്രൂ പൊറസോൾഡ് അഡ്ഹറൻസ് കീപ്
kept in suitable containers. The gases pollutants are adsorbed to the surface of the aerosol and clean air passes through it. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറിനെ പൊറസോൾഡ് അഡ്സോർബൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പൊറസ് എന്ന് പറഞ്ഞാൽ PROS, പൊറസ് മീൻസ് PRUS, പൊറസ് എന്ന് പറഞ്ഞാൽ സുഷിരമുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് സുഷിരമുള്ള ഈ അഡ്ഹറൻറ്റുകൾ സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നേഴ്സിൻ്റെ അകത്തോടെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മലിനമായ പുകയെ കടത്തി വിടും. ദ ഗ്യാസസ് പൊല്യൂട്ടൻസ് ആർ അഡ്സോർബ്ഡ് അറ്റ് ദ സർഫസ് ഓഫ് ദി പോറസ് ഹോൾഡ് ആൻഡ് ക്ലീൻ ദ എയർ പാസസ് ത്രൂ ഇറ്റ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അകത്തോടെ കടത്തി വിടുന്ന ഈ വാതകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്തുള്ള മലിനമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഈ സാധനങ്ങൾ എന്ത് ചെയ്യും? ഇവ ഏറ്റെടുക്കുകയാണ്. എന്നാൽ ഇതിനെന്താണ്? അഡ്സോർബ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് കൺട്രോളിങ് പർട്ടിക്കുലേറ്റ് എമിഷൻസ്. എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും? ഇതിൽ ഈ എയർ പൊല്യൂഷന് കാരണമാകുന്ന പൊടി അല്ലെങ്കിൽ സോട്ട്, ആഷ്, എക്സെട്ര, ചാരം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഫാബ്രിക് ഫിൽറ്റേഴ്സിലൂടെ അല്ലെങ്കിൽ വെറ്റ് സ്ക്രബേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപിറ്റേഴ്സ് ആൻഡ് സർട്ടൻ മെക്കാനിക്കൽ ഡിവൈസസ് ഈ പറയുന്ന സാധനത്തിൽ നിന്ന് അല്ലെങ്കിൽ സാധനത്തിൽ കൂടെയൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? ഈ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന് മെക്കാനിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ ഗ്രാവിറ്റി. എന്താണ് ഗ്രാവിറ്റി? നിങ്ങൾക്കറിയാം. ഇൻ ദിസ് പ്രോസസ്സ് ഈ ഗുരുത്വാകർഷണം വെച്ചിട്ട് ആകർഷിക്കുന്നത് എങ്ങനെയാണ് ആകർഷിക്കുന്നത്? ഇൻ ദിസ് പ്രോസസ് ദ പർട്ടിക്കുലേറ്റ്സ് സെറ്റിൽ ഡൗൺ ബൈ ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഗെറ്റ് റിമൂവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുരുത്വാകർഷണ ബലം വെച്ചിട്ട് അല്ലെങ്കിൽ ഫോഴ്സ് വെച്ചിട്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെച്ചിട്ട് ഈ പറയുന്ന പർട്ടിക്കുലേറ്റ്സിനെ താന്ന് നേരെ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ആൻഡ് ഗെറ്റ് റിമൂവ്ഡ് എന്നാണ് പറയുന്നത്. അതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതായത് ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് ബീംസുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നേരെ താഴോട്ട് നമുക്ക് ഡയറക്റ്റ് വലിച്ചെടുത്തിട്ട് അതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് പറയുന്നത് സഡൻ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എയർ ഫ്ലോ, അല്ലേ? അപ്പം ഈ പറയുന്ന വാതകത്തിൻ്റെ പ്രസരണം അല്ലെങ്കിൽ അതിൻ്റെ സർക്കുലേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്? അതിൻ്റെ ഡയറക്ഷനെ നമുക്ക് സഡൻ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ബ്രിങ്സ് അബൌട്ട് സെപ്പറേഷൻ ഓഫ് പർട്ടിക്കുലേറ്റ്സ് ഡ്യൂ ടു ഗ്രേറ്റർ മൊമെൻറ്റം. ഓക്കെ. പിന്നെയുള്ളതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫാബ്രിക് ഫിൽറ്റേഴ്സ്. ഫാബ്രിക്സ് എന്ന് പറയുന്നത് എന്താ അർത്ഥം പറയുന്നത്? ഫാബ്രിക്സ് മീൻസ് തുണി അല്ലെ തുണിയുടെ ചരട്, ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് നമുക്ക് അപ്പോഴത്തേനും അറിയാൻ സാധിക്കും. ഈ പറയുന്ന ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അത് യൂസ് ചെയ്യുന്നത് നോർമലി അത് തുണി തന്നെയായിരിക്കും. അപ്പം ഫാബ്രിക് ഫിൽറ്റേഴ്സ് പറയുന്ന ഇതാണ് പർട്ടിക്കുലർ മാറ്റർ ഈസ് പാസ്ഡ് ത്രൂ എ പോറസ് മീഡിയം മെയ്ഡ് ഓഫ് ഊവൻ ഓർ ഫിൽഡ് ഫാബ്രിക്സ്. വളരെ കട്ടിയുള്ള ആയിട്ടുള്ള ഇതെന്താണ് തുണിയുടെ ഇതിൻ്റെ അകത്തോടെ അല്ലെങ്കിൽ നൂലിൻ്റെ ഇടയിലൂടെയോ ഇവരിതിനെ കടത്തി വിടുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തുള്ള ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള പർട്ടിക്കുലേറ്റ്സിനെ എല്ലാം എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് വെറ്റ് സ്ക്രബേഴ്സ്. വെറ്റ് എന്ന് പറയുന്നത് WET, വെറ്റ് മീൻസ് ഈർപ്പം, അല്ലേ? സ്ക്രബേഴ്സ് അതായത് ദേ ആർ യൂസ്ഡ് ടു ട്രാപ്പ് SO2, NH3 ആൻഡ് മെറ്റൽ ഫ്യൂംസ് ബൈ പാസിങ് ദി ഫ്യൂംസ് ത്രൂ വാട്ടർ. അതൊരു വലിയൊരു ഘടകമാണ്. ഈ ഇതിൻ്റെ എന്താണ് സ്മെല്ലുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വാതകങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അകത്തോട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് പാസ് ചെയ്യുമ്പോൾ അതവിടെ തടഞ്ഞു നിർത്തുന്നതായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം അതതിൻ്റെ അകത്തുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നതാണ്. ഇപ്പം ഉദാഹരണം നമ്മുടെ എന്താണ് എല്ലാ വീടുകളിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റിൻ്റെ അകത്ത് നമ്മളെപ്പോഴും ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റുകൾ അല്ലെങ്കിൽ ഏത് ഇതായാലും ഏത് മോഡലിലുള്ളതായാലും വളരെ ഇപ്പോൾ റിച്ചായിട്ടുള്ളതൊക്കെ ഒത്തിരി സെൻസറുകളൊക്കെ ഉള്ള ക്ലോസറ്റുകൾ മറ്റേ നമുക്ക് ഒത്തിരി ഈ ഡീലക്സ് റൂമുകൾ അല്ലെങ്കിൽ വലിയ ഹോട്ടലുകളൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും അതിൻ്റെ അകത്ത് വെള്ളം കൊളോട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെള്ളം കിടക്കുന്നതാണ്, അല്ലേ? നമ്മൾ അതിനകത്ത് ഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത് അല്ലാതെ അതിന് മുകളിൽ പിന്നെയും വെള്ളം വന്ന് കിടക്കും. ഈ വെള്ളം കിടക്കുന്നതിനകത്ത് വലിയൊരു സയൻസ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ അന്നേരം ഒട്ടുമിക്ക ആളുകൾ ചിന്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അറിയില്ലാത്ത എല്ലാവർക്കൊന്നും അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഈ വെള്ളം. അതിൻ്റെ അത് എന്തിനാണ് ഈ ക്ലോസറ്റിൻ്റെ അകത്ത് നമ്മൾ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി വെള്ളം എന്തിനാണ് കിടക്കുന്നത്? വെള്ളം കിടക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് താഴത്തെ സെപ്റ്റി ടാങ്കിൽ നിന്ന് പുറത്തേക്ക് സ്മെല്ല് എന്താണ് ഇജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം കിടക്കുന്നത്. വെള്ളമില്ല എങ്കിൽ അതിനകത്ത് നിന്ന് പുറത്തേക്ക് സ്മെല്ല് പുറത്തേക്ക് വരും. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളം കിടക്കുന്നത്. ആ വെള്ളം എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്ന പോലെ ഒരു വലിയ ഒരു ഇതുപോലുള്ള ഈ എയർ
എമിഷൻസിനെ തടയാനായിട്ട് സാധിക്കുന്ന ഒരു ഘടകമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വെറ്റ് സ്ക്രബേഴ്സിൻ്റെ എന്ന് പറയുന്നത് എന്താണ്, ഈർപ്പമുള്ള സ്ക്രബേഴ്സിൻ്റെ അകത്തൂടെ നമ്മൾ ഈ പറയുന്ന വാതകങ്ങളെ കയറ്റി വിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എയറിനെ കയറ്റി വിടുകയാണെങ്കിൽ അതും ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സുകൾ തടയാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്താണ് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത് സ്ഥിതിവൈദ്യുതിയെ പറ്റിയുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. സ്ഥിതവൈദ്യുതി എന്താണെന്ന് നോക്കാം. When the polluted air containing particulate pollutants is passed through an electrostatic precipitator, it includes electric charge on the particles and they are aerosol particles get precipitated on the electrodes. അതായത് ഇലക്ട്രിക് സിഗ്നൽസും അതുപോലെ തന്നെ ഡയോഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറയുന്ന എയറുകൾ, അതായത് ഇപ്പോഴത്തെ ഉള്ള ഈ സെൻസറുകളൊക്കെ ഉള്ള വെഹിക്കിളിൻ്റെ അകത്തൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ ഒരുപക്ഷെ 100% കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാവാം, ഈ ഫോക്സ് വാഗണിൻ്റെ വാഹനങ്ങൾ കഴിഞ്ഞ വർഷം, പ്രധാനപ്പെട്ട പോളോയൊക്കെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ആ വണ്ടി ഇറങ്ങിയതൊക്കെ നല്ലൊരു ശതമാനം കമ്പനി തിരിച്ച് വിളിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൊല്യൂഷൻ എന്ന് പറയുന്നൊരു സാധനം അതിൻ്റെ അകത്ത് സീറോയാണ്. എന്തായാലും ഓടുന്ന വണ്ടിയിൽ ഷുവറായിട്ട് എന്തുണ്ടാവും, പൊല്യൂഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ഈ പൊല്യൂഷൻസ് ഉണ്ടാവാതെ ഇരിക്കാനായിട്ട് അതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയറുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് പൊല്യൂഷൻ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പൊല്യൂഷൻ ഉണ്ട്, പക്ഷേ ആ പൊല്യൂഷൻ നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊന്ന് മീറ്ററിൽ നിന്ന് നമുക്ക് എന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോഴത്തേനത് യൂണിവേഴ്സലായിട്ട് അതിന് കേസുണ്ടായി. അവരുടെ വണ്ടികളെല്ലാം തിരിച്ച് വിളിക്കുവാനായിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഈ പറയുന്ന ഇലക്ട്രോഡുകളും ഇലക്ട്രോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് എയർ പൊല്യൂഷൻ എന്ന കാറ്റഗറിയിൽ വരുന്നത്. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് വാട്ടർ പൊല്യൂഷൻ. എന്താണ് ജലമലിനീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ടർ ഈസ് ഇസെൻഷ്യൽ എലമെൻറ്റ് ദാറ്റ് മേക്സ് ലൈഫ് ഓൺ എർത്ത് പോസിബിൾ. നിങ്ങൾക്കറിയാവുന്ന കാര്യം, ആ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ വായിച്ചാൽ മതി. ഭൂമിയുടെ പ്രതലത്തിൽ 71% വെള്ളമാണെന്നാണ് പറയുന്നത്. ഓൺലി എ ടൈനി fraction of this water is available to us as fresh water. About 97% of the total water available on earth is found in the oceans as too salty for drinking or irrigation. 97% എവിടെയാണ് കിടക്കുന്നത്? സമുദ്രത്തിലും കടലിലുമാണ്. ഇതിൽ ഉപ്പുരസമുള്ളത് കൊണ്ട് ഇത് നമുക്ക് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയോ ഇത് ഉപയോഗിക്കാമെന്നത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല. ദ റിമൈനിങ് 3% ഈസ് ഫ്രഷ് വാട്ടർ. ബാക്കി വേറെ 3% മാത്രമേ എന്തുള്ളൂ, ഫ്രഷ് വാട്ടർ ഉള്ളൂ. ഓഫ് ദീസ് ഇതിൽ 2.997%, 3% ഈസ് ലോക്ക്ഡ് ഇൻ ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലാസിയേഴ്സ്. അതായത് മഞ്ഞുമലകളിലും പിന്നെ എന്താണ് മഞ്ഞുമലകൾ എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്, വെള്ളത്തിലുള്ളതും ഉണ്ട്, അല്ലാതെ പർവ്വതങ്ങൾ അല്ലേ, നമുക്ക് ഹിമാലയം പോലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലുമാണ് ഇത് വരുന്നത്. 3% of the earth is total volume of water is easily available to use as soil moisture, ground water, water vapor and water in lakes, streams, rivers and wetlands. അതായത് സമതല ഈ പ്രദേശങ്ങളിലും പിന്നെ എവിടെയൊക്കെ ഉള്ളത്, തടാകങ്ങളിൽ, തോടുകളിൽ, കുഴൽക്കിണർ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളത് ഇത്ര ശതമാനം എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് ഉള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ നമുക്ക് നോക്കാം. നമ്മളതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ നോക്കുകയാണ്. വാട്ടർ പൊല്യൂഷൻ refers to state of a condition in which pure water is lost its purity, affecting its normal properties and functions. അതായത് ഒരു ജലത്തിൻ്റെ സ്വാഭാവികമായുള്ള എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മലിനീകരണത്തിലൂടെ മലിനമാകുന്നതിലൂടെ നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള മൈക്രോ ഓർഗാനിസംസ്, പിന്നെ എന്താണ് മറ്റ് ജീവികൾ, ഫ്ലോറ ആൻഡ് ഫോണ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പൊല്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രസൻസ് ഓഫ് സം foreign substance or impurities in water
in such quantity so as to constitute to health hazard by lowering the water quality and making it unfit for use. അതായത് വെള്ളം അല്ലെങ്കിൽ ജലം ഉപയോഗശൂന്യമാകുക, അല്ല ഉപയോഗയോഗ്യമല്ലാതാകുക. എങ്ങനെയൊക്കെയാണ്? ഒന്നുകിൽ അത് മനുഷ്യൻ്റെ ജീവന് തന്നെ, അത് ഉപയോഗിക്കുന്ന മനുഷ്യനല്ലെങ്കിൽ ചെടികൾക്കോ മൃഗത്തിനോ അതിന് ഹാനികരമാകുന്ന രീതിയിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ, അതാണ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. മാലിന്യങ്ങൾ, ഇമ്പ്യൂരിറ്റീസ് ഇൻ വാട്ടർ എന്നാണ് പറഞ്ഞിരുന്നത്. വെള്ളത്തിലുള്ള മാലിന്യങ്ങൾ അവിടെ അടിഞ്ഞു കൂടുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? വെള്ളം ഉപയോഗയോഗ്യം അല്ലാതാകുകയാണ് ചെയ്യുന്നത്. കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ ഒന്നാമത് പറയുന്നതാണ്. സീവേജ് എന്ന് പറഞ്ഞാൽ മലിനജലം, ഓടയിൽ കൂടെ ഒഴുകുന്ന ജലത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് സീവേജ് എന്ന് പറയുന്നത്. സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളത് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മലിനജലം ഓടയിൽ കൂടെ ഒഴുകുന്ന ഡ്രെയിനേജ് അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ പൊട്ടി ഒഴുകുന്നു, അല്ലെങ്കിൽ മഴക്കാലത്തിലൂടെ പോകുന്നു, അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിയുടെയൊക്കെ സൈഡിലോ ഹോട്ടലിൻ്റെ പരിസരത്തേക്കുള്ള ഈ പറയുന്ന വഴികളിലൂടെ ധാരാളം വെള്ളം എന്ത് ചെയ്യുന്നു? ഒഴുകുന്നു. ഇത് ഒഴുകിച്ചെന്ന് എങ്ങോട്ടാണ് ചാടുന്നത്? ഇത് നേരെ ജലസ്രോതസ് ഇല്ലാതാകുക അല്ലെങ്കിൽ മലിനമാകുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഒന്നാമത്തെ കാറ്റഗറി വരുന്നത് സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് പറയുന്നത് ഡംപിങ് എന്ന് പറയുന്നത്. ഡംപിങ് എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് പെട്രോളിയം പ്രോഡക്ട്സുകൾ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, അലുമിനിയം ഇങ്ങനെയുള്ള വസ്തുവകകൾ നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിൽ ഇടുന്നു. 3, ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആസ്പെറ്റോസ്, പിന്നെ വന്ന് മെർക്കുറി, പെട്രോ കെമിക്കൽസ്, ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസ്. നിങ്ങൾ അതിൻ്റെ അത് വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്യുക ഏതാണെന്നുള്ള ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വിഷമാണ് നല്ലൊരു ശതമാനം. ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ നമ്മളവിടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെയും ജലം മലിനമാകുന്നു. അടുത്തതാണ് ഓയിൽ സ്പില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓയിൽ സ്പില്ലിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സീ വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ഡ്യൂ ടു ഓയിൽ സ്പിൽഡ് ഫ്രം ഷിപ്സ് ആൻഡ് ടാങ്കേഴ്സ് while traveling. The spoiled oil does not dissolve in water and forms a thick sludge polluting the water. അതായത് കപ്പലുകൾ അല്ലെങ്കിൽ പറയുന്ന എന്താണ് ഷിപ്പുകൾ, ടാങ്കർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോകുമ്പോൾ അപ്പോൾ നമുക്കറിയാം ഈ നല്ല ശതമാനം നല്ല കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ പറയുന്ന മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഈ ഓയിൽ മറ്റ് സാധനങ്ങൾ കണ്ടെയ്നറിലാണ് നല്ലൊരു ശതമാനം ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്നാണ് പിന്നെ ട്രെയിനിലേക്കായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഷിപ്മെൻറ്റിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കപ്പൽ വെള്ളത്തിൽ കൂടെ ഓടി വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ചില സമയങ്ങളിൽ ഈ കപ്പൽ മുങ്ങും. ഈ ഓയിൽ കപ്പലൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ തീർന്ന് കൂട്ടിയാൽ മതി. അതങ്ങനെ ഇടയ്ക്ക് സംഭവിക്കാറുള്ളതാണ്. എന്താണ് ഇതിനത് ഈ ഓളം തട്ടി എന്ത് ചെയ്യുന്നത്? ഈ എന്താണ് ജലാശയത്തിൽ, അതായത് കടൽക്ഷോഭങ്ങൾ എന്നൊക്കെ പറഞ്ഞ സംഭവം കേട്ടല്ലേ? കടൽക്ഷോഭങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവ എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാത്ത രീതി അൺകൺട്രോളബിളായിട്ട് ഈ സാധനം കപ്പൽ മറിയുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ കണ്ടെയ്നറുകളിൽ അല്ലെ വാഹനങ്ങളിലൊക്കെ ആയിട്ടാണ് ഇതിനകത്ത് കയറി വരുന്നത് ഈ സാധനം. അപ്പോൾ അത് ജലാശയത്തിലേക്ക് ആയിക്കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ മുമ്പത്തെ വർഷം ഒരു വലിയ ന്യൂസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ പറയുന്ന ഓയിൽ ഷിപ്പ് ഒരെണ്ണം എന്ത് ചെയ്തു? മുങ്ങി. എന്നിട്ട് വേറെ രാജ്യങ്ങളുടെ കപ്പലുകൾ വന്ന് റെസ്ക്യൂവിന് വന്നായിരുന്നു. അത് ഭയങ്കര അപകടമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ഈ ഓയിൽ സ്പില്ലിംഗ് എന്ന് പറയുന്ന അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ചുമ്മാ കപ്പൽ പോകുന്ന സമയത്ത് ഉണ്ടാകുന്നത് മാത്രമല്ല, ഇതുപോലെയുള്ള എണ്ണക്കപ്പലുകൾ എന്ത് ചെയ്യുന്നത്? മുങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നോട്ടിക്കൽ മൈൽസാണ് അത് എന്താണ് ഈ ഹാംഫുൾ ആയിട്ട് വന്നത്. പിന്നെ അത് പോകത്തില്ലല്ലോ, അത് അതിനകത്ത് ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഈ സാധനം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാ ജീവജാലങ്ങളെല്ലാം നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകും. പിന്നെയുള്ളതാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ആസിഡ് റെയിൻ ഈസ് പൊല്യൂഷൻ ഓഫ് വാട്ടർ കോസ്ഡ് ബൈ എയർ പൊല്യൂഷൻ. When the acid particles caused by air pollution in the atmosphere mix with water vapor, it result in acid rain. ആസിഡ് റെയിൻ നമ്മൾ തൊട്ട് ബാക്കി കണ്ടൊരു കാര്യമാണ്. അത് വെള്ളത്തിലോട്ട് ആസിഡ് മഴ പെയ്യുന്നതിന് കാരണമാകുന്നതും ഇതുപോലെ തന്നെ മലിനീകരണമാകുന്ന കാരണങ്ങളാണ്. ഇതിൽ നിന്ന് നേരെ മുകളിലോട്ട് ചെന്ന് വെള്ളം അവിടെ പോയിട്ട് മഴയായിട്ട് തിരിച്ചു വരുന്നു. വാട്ടർ സൊല്യൂബിൾ ഇനോർഗാനിക് കെമിക്കൽസ് എന്നാണ് പറയുന്നത്. അതായത് ദീസ് ആർ ആസിഡ്, സാൾട്ട് ആൻഡ് കോമ്പൗണ്ട്സ് ഓഫ് ടോക്സിക് മെറ്റൽസ് സച്ച് ആസ് മെർക്കുറി ആൻഡ് ലീഡ്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നതാണ്. പിന്നെ പറയുന്നതാണ് ഗ്ലോബൽ വാർമിങ്, ആഗോളതാപനം എന്ന് പറയുന്നത്. ഈ പറയുന്ന വാട്ടർ ടെമ്പറേച്ചർ കൂടുന്നു, അതിലൂടെ ഇൻക്രീസ് ചെയ്യുന്ന ഡെത്ത് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ.
ഈ പറയുന്ന ജലത്തിൽ ഇത് ചൂട് കൂടിക്കഴിയുമ്പോൾ, അന്തരീക്ഷത്തിലെ ചൂട് കൂടിക്കഴിയുമ്പോൾ ജലവും ചൂടാകുന്ന ഒരു പരിധി കഴിഞ്ഞാൽ തിളച്ച വെള്ളമായി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ജീവികളും സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചത്തുപോകുന്നതിന് കാരണമാകുന്നു. അത് പിന്നെ എന്തായിട്ട് മാറും? ഈ പറയുന്ന വെള്ളം മലിനമാകുന്നതിന് മറ്റൊരു കാരണമാകുന്നതാണ്. അടുത്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് അമിത പോഷണം എന്ന് പറയുന്നത്. ഈ യൂട്രോഫിക്കേഷൻ ഈസ് ആൻ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ന്യൂട്രിയൻസ് ഇൻ വാട്ടർ ബോഡീസ്. ദിസ് റിസൾട്ട്സ് ഇൻ ബ്ലൂം ഓഫ് ആൽഗെ ഇൻ വാട്ടർ. വെള്ളത്തിൽ ആൽഗെ ഒത്തിരി കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? വളരുന്നതിന് മറ്റൊരു കാരണമാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഓൾസോ ഡെപ്ലീറ്റ്സ് ദി ഓക്സിജൻ ഇൻ വാട്ടർ. ഇത് വെള്ളത്തിലുള്ള ഓക്സിജൻ കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. വിച്ച് നെഗറ്റീവ്ലി അഫക്ട്സ് ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് ആനിമൽ പോപ്പുലേഷൻസ്. ഓക്കെ, ഇത് ഈ പറഞ്ഞ പോലെ മീൻ, അതുപോലെ തന്നെ വെള്ളത്തിലുള്ള അക്വാട്ടിക് ആനിമൽ പോപ്പുലേഷൻസ് ആണ്, അതായത് ജലജന്യ ജീവികൾ എന്ന് പറയുന്നത് ഈ സാധനങ്ങളൊക്കെ ചത്തുപോകുന്നതിന് കാരണമാക്കുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ഏരിയയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദാറ്റ് ഈസ് എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഈ ജലമലിനീകരണം കൊണ്ടുള്ള പ്രധാനപ്പെട്ട എഫക്ട്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഡിസീസിൻ്റെ അകത്ത് വരുന്ന ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ജലത്തിലൂടെ, മലിനമാകുന്ന ജലത്തിലൂടെ വരുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈഫോയിഡ് വരാറുണ്ട്, കോളറ വരാറുണ്ട്, ഹെപ്പറ്റൈറ്റിസ്, പിന്നെ മറ്റ് ജലജന്യ രോഗങ്ങളെന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട കുറേയേറെ അസുഖങ്ങളുണ്ട് അല്ലേ. പകർച്ചവ്യാധികളെന്ന് പറയുന്നത് കോളറ, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ നമുക്കറിയാവുന്നതാണ്, ഇത് നമ്മുടെ ദേശത്തുള്ളതാണ്. അങ്ങനെയുള്ള അസുഖങ്ങൾ, അതിനെ കോമൺ ആയിട്ട് നമുക്ക് ഡിസീസ് എന്ന് പറയാം. പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എന്താണ്, നിലവിലുള്ള മറ്റ് ജീവികളുടെ, ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ, അതിനുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നശിക്കുന്നതിന് മറ്റൊരു കാരണമാണ്. പിന്നെയുള്ളതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ മീൻസ് കെമിക്കൽസ് ഇൻ എ വാട്ടർ ബോഡി എൻകറേജ് ദ ഗ്രോത്ത് ഓഫ് ആൽഗെ. അതായത് വെള്ളത്തിൽ ഉള്ള കെമിക്കലിൻ്റെ അളവെന്ന് പറയുന്നത് എന്താണ്, ആൽഗകൾ കൂട്ടമായിട്ട് വളരുന്നതിന് ഒരു കാരണമാകും. അപ്പം ദീസ് ആൽഗെ ഫോം എ ലെയർ ഓൺ ടോപ്പ് ഓഫ് ദി പോണ്ട് ഓർ ലേക്ക്. ഇത് എന്താണ്, ലേക്കിൻ്റെ അല്ലെങ്കിൽ കുളങ്ങളുടെയോ തടാകങ്ങളുടെയൊക്കെ എന്താണ് അപ്പർ ലെയർ ഇവ കുന്നുകൂടുന്നതിന് മറ്റൊരു കാരണമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ്, ബാക്ടീരിയ ഫീഡ് ഓൺ ദിസ് ആൽഗെ ആൻഡ് ദിസ് ഡിക്രീസസ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദി വാട്ടർ ബോഡി, സെവർലി അഫക്റ്റിംഗ് ദി അക്വാട്ടിക് ലൈഫ് ദെയർ. അതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൽഗകൾ അല്ലെങ്കിൽ ബാക്ടീരിയ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ ആൽഗകൾ ഫീഡ് ചെയ്യുകയും പിന്നെ എന്താണ്, അത് ഓക്സിജൻ സർക്കുലേഷൻ തടസ്സപ്പെടുകയും ഈ ജീവികളുടെ ലൈഫിന് തന്നെ എന്താണ്, എക്കോളജിക്കൽ ലൈഫിന് തന്നെ അത് ദോഷകരമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെയാണ് പറയുന്നത് എഫക്ട്സ് ദി ഫുഡ് ചെയിൻ. ഡിസ്ട്രപ്ഷൻ ഇൻ ഫുഡ് ചെയിൻസ് ഹാപ്പൻസ് when toxins and pollutants in the water are consumed by aquatic animals, fish, shellfish, etc., which are then consumed by humans അല്ലേ. ഈ ഫുഡ് ചെയിൻ ഇതാകുന്ന പറയാൻ കാരണം വെച്ചാൽ അതിൻ്റെ അകത്തുള്ള മത്സ്യങ്ങൾ, നമ്മൾ സാധാരണ മത്സ്യങ്ങളുടെ ഒരു സിസ്റ്റം അല്ല ട്രാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. സാധാരണയായിട്ട് ഈ ട്രോളിംഗ് നിരോധനം, പിന്നെ ട്രോളിംഗ് ഉള്ള സമയം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരും നമുക്കറിയാം. ആ ഒരു ടൈമിൽ ജലങ്ങളിൽ എന്താണ്, ഈ ബോട്ട് തുടങ്ങിയ സംഭവങ്ങളൊന്നും നടക്കാറില്ല. അത് കഴിയുമ്പോഴത്തേനും പിന്നെ എന്ത് ചെയ്യും, അവ വന്നു കഴിഞ്ഞാൽ വേറെ രീതിയിലേക്ക് അവ മാറും അല്ലേ. കാരണം ആ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. പിന്നെ അത് ആയിക്കഴിയുമ്പോഴത്തേക്കിനും ഈ പറയുന്ന ജലവാഹനങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നതാണ്. അങ്ങനെ ഇറക്കിക്കഴിഞ്ഞ്, കാരണം ഇതിൻ്റെ മുട്ട എന്താണ്, അതെല്ലാം അതിൻ്റെ ദൂരം നശിച്ചു പോകുന്നതിന് കാരണമാകും. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ജലവും കൂടെ മലിനമാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം? ജലവും കൂടെ മലിനമാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഉള്ള ഒരു എന്താണ് ഫുഡ് ചെയിന് ബ്രേക്ക് ആകുന്നതിന് കാരണമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിനുള്ള പ്രിവെൻഷൻ അല്ലെങ്കിൽ കൺട്രോളിങ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ്, അതായത് മലിനജലം എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് മലിനജലം ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്? അഗ്രികൾച്ചർ ആൻഡ് അതർ ഇൻഡസ്ട്രീസ് ക്യാൻ റെഡ്യൂസ് ദീസ് വേസ്റ്റ് വാട്ടർ ബൈ റെഡ്യൂസിങ് ഇറ്റ്സ് ടോക്സിക് കണ്ടൻസ്. അതായത് അതിനകത്ത് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഒത്തിരി ആളുകൾ മനഃപൂർവ്വമായിട്ട് ഈ പറയുന്ന ഇൻഡസ്ട്രി മേഖലകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നൊക്കെ ധാരാളം എന്ത് ചെയ്യുന്നു, മലിനജലം നമ്മുടെ പ്രധാന ജലസ്രോതസ്സിലേക്ക് ഒഴുക്കി വിടാറുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വി ക്യാൻ ഈസിലി റെഡ്യൂസ്. രണ്ടാമത് പറയുന്നതാണ് യൂസ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി പ്രോഡക്ട്സ്. എപ്പോഴും നമ്മുടെ പ്രകൃതി സൗഹൃദമായിട്ടുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഉപയോഗിക്കുവാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. 3,
കീപ് ഔട്ട് ഓയിൽസ്, ഫാറ്റ് ഓർ ഗ്രീസ് ഫ്രം ദി സിങ്ക്. ഈ ഒത്തിരി എന്താ പറയുന്നത് കെമിക്കൽ ഇത് പുറത്തേക്ക് വരാത്തതോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രകൃതിക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഈ പറയുന്ന ജലമലിനമാകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. പിന്നെ പറഞ്ഞത് അതാണ്, കീപ്പ് ഔട്ട് ഓയിൽസ്, ഫാറ്റ് ഓർ ഗ്രീസ് ഫ്രം ദി സിങ്ക് ഇൻ ഓർഡർ ടു റെഡ്യൂസ് വാട്ടർ പൊല്യൂഷൻ, ടു അവോയ്ഡ് pouring cooking oil, fat or grease down in the kitchen sink. It is better to collect such material in jars and discard them in solid waste. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. ഈ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ കിച്ചണുകളിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേന് ഇങ്ങനെ ഈ പറയുന്ന എണ്ണയും മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യാറാണ് പതിവ്, നേരെ സിങ്കിൻ്റെ അകത്തോട്ട് ഒഴിച്ചു വിടും. അത് നേരെ ചെല്ലുന്ന ഈ പറയുന്ന പോലെ അടുത്ത ചില സ്രോതസ്സുകളുണ്ടെങ്കിൽ അതിലേക്ക് ഒത്തിരി സ്പ്രെഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് അത് വേറെ ടാങ്കിൽ അല്ലെങ്കിൽ ജാറിലാക്കി നമുക്ക് വേറെ കൊണ്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നതാണ് അബ്സ്റ്റെയിൻ ഫ്രം ഫ്ലഷിംഗ് കണ്ടാമിനേറ്റഡ് ലിക്വിഡ്സ്, പിൽസ്, ഡ്രഗ്സ് ഓർ മെഡിക്കേഷൻസ് ഡൗൺ ദി ട്രെയിൻ. അതായത് അബ്സ്റ്റെയിൻ ഫ്രം ഫ്ലഷിംഗ് എന്ന് പറയുന്നത് സ്വമേധ വേണ്ടെന്ന് വെക്കുക. അല്ലെ പിന്നെ പറയുന്ന കണ്ടാമിനേറ്റഡ് ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് ശുദ്ധീകരിക്കുന്നത്, മനസ്സിലായോ. പിന്നെ പിൽസ്, ഡ്രഗ്സ് ഓർ മെഡിറ്റേഷൻസ് ഡൗൺ ദി ട്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ നാച്ചുറൽ വാട്ടർ സിസ്റ്റം നമുക്ക് എന്താ ഉപയോഗിക്കാനായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ മാക്സിമം വെള്ളം ഒഴിച്ച് ശുദ്ധീകരിക്കാൻ പറ്റിയ സാധനങ്ങൾ റീയൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഉദാഹരണം, നമ്മുടെ ഈ അടുക്കളയിൽ നിന്നൊക്കെ ഈ പാത്രം കഴുകി നമ്മൾ വിടുന്ന സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ പാത്രം കഴുകുന്ന അടുക്കളയിലെ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, ആ വെള്ളമൊക്കെ നമുക്ക് ഒരു പൈപ്പ് വെച്ച് എന്താണ് നമുക്ക് ഈ ജാതി, ഗ്രാമ്പു ഇങ്ങനെയുള്ള നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലേക്ക് വലിയൊരു ഓസ് മേടിക്കുന്ന മുടക്കേ ഉള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് ആ വെള്ളം നേരെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓരോ തെങ്ങിൻ്റെ ചുവട്ടിലൂടെയൊക്കെ ഇടുവാണെങ്കിൽ പെർമനൻ്റായിട്ട് അവിടെ കിടന്നാൽ പോലും ഒരു പ്രശ്നവും ഇല്ല. അതിന് വേണ്ടി വേറെ വെള്ളം ഒഴിക്കാനായിട്ട് പിന്നെ പൈസ കളയേണ്ട ആവശ്യം ഇല്ല എന്ന് ഈ പറയുന്ന പോലെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റേതാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെയാണ് ഡെസിസ്റ്റ് ഫ്രം യൂസിങ് ദി ടോയ്ലറ്റ് ആസ് എ ബിൻ. മനസ്സിലായോ. ഈ ടോയ്ലറ്റ് ഒത്തിരി സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന ഒരു വലിയൊരു നമ്മളൊക്കെ മോശം ഒരു പ്രവണതയായിട്ടാണ് വരുന്നത്. യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ കവറുകൾ, പിന്നെയാണ് ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ സാനിറ്ററി പാഡ്സ്, നാപ്കിൻസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം എടുത്ത് സാധാരണയായിട്ട് ഈ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് കൊണ്ടുപോയി ടോയ്ലറ്റ് ആരും കാണുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരാളിൽ ഉള്ളതും കൊണ്ട് നമ്മൾ ഈ സാധനം കൊണ്ടുപോയി കളയും. ഇപ്പോൾ കോളേജുകളിലൊക്കെ നേരത്തെ തൊട്ട് വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നൊരു വലിയൊരു പ്രോബ്ലമാണ് ഈ പെൺകുട്ടികളുടെ ടോയ്ലറ്റിൻ്റെ അവിടെ നിന്ന് മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ നാപ്കിൻസ് കൊണ്ട് സാനിറ്ററി പാഡ്സൊക്കെ കൊണ്ട് അതിനകത്ത് നേരെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് അറിയേണ്ട സംഭവമാണ്. ഇത് മുകളിൽ നിന്ന് ഈ 2 നില 3 നിലയൊക്കെ ഇതിപ്പോൾ നമ്മുടെ ചെറിയ കോളേജാണ്. ഇതിപ്പോൾ 4-5 നിലയൊക്കെയുള്ള വലിയ കെട്ടിടങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ പ്ലംബിംഗ് ഒക്കെ മൊത്തം പിന്നെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നല്ല പണിയാണ്. അത് മൊത്തം ഇതിൻ്റെ അത് എവിടെയാണ് ഈ ബ്ലോക്ക് എന്നുള്ളത് അറിഞ്ഞിട്ട് വീണ്ടും ആ സിസ്റ്റം സാധനം എല്ലാം എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ആ സിസ്റ്റം റീസെറ്റ് ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കോളേജിൽ നമ്മൾ കുറേ വർഷമായിട്ട് ഫേസ് ചെയ്യുന്ന സംഭവമാണ് ഈ പറഞ്ഞ പോലെ ടാങ്കിൻ്റെ പൈപ്പുകൾ എപ്പോഴും ബ്ലോക്ക് ആകുന്നത് ഈ ഒരു സാധനങ്ങൾ. അപ്പം നമ്മൾ ഇത് ബോയ്സ് ആണെങ്കിൽ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള ഈ പറഞ്ഞ പോലെ ഒരു മിഠായി കവർ പോലെ നമ്മൾ ഹോട്ടലിൽ കയറുവാണെങ്കിൽ ടോയ്ലറ്റിൽ കയറുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തൊരു ഫ്ലഷ് ചെയ്ത് കളയും. ഇത് ചെല്ലുന്ന സാധനം ഈ പറയുന്ന പോലെ ഇത് അതിൻ്റെ ഒരു സിസ്റ്റം മൊത്തം ക്ലോസ് ആയി പോകുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ എന്താണ് മിസ്യൂസ് ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. പിന്നെ പറഞ്ഞാണ് റെഡ്യൂസ് ദ യൂസ് ഓഫ് ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഹെർബിസൈഡ്സ് മീൻസ് കളനാശിനി ഒക്കെ എഴുതിയിട്ടായിട്ട് അറിയില്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത്, രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ DDT 100 വർഷം അതിന് ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എപ്പോഴും മണ്ണിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് അടുത്ത ജലാശയത്തിലേക്കാണ് ചെല്ലുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ടാപ്പിൽ നിന്നും പൈപ്പിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നത്. അടുത്ത അവോയ്ഡ് ഡയറക്റ്റ് ഡംപിങ് ഇൻ ടു വാട്ടർ സിസ്റ്റം, അറിയാമല്ലോ. അടുത്ത ഇൻസിസ്റ്റ് ഓൺ യൂസിങ് എൻവയോൺമെൻറ്റൽ സേഫ്റ്റി പ്രോഡക്ട്സ്, പ്രകൃതിക്ക് സേഫായിട്ടുള്ള പ്രോഡക്ട്സുകൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക. പ്രാക്ടീസ് ട്രീ പ്ലാന്റിങ്, നമ്മളിപ്പോൾ ക്ലൗഡ് പോലുള്ള പ്രോഗ്രാംസ്, HVC ക്ലൗഡ് പോലുള്ള നമ്മളുടെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, ട്രീ പ്ലാന്റേഷൻ ഡ്രൈവുകൾ പ്രാക്ടീസ് ചെയ്യുക. സപ്പോർട്ട് ഗ്രീൻ ഓറിയൻറ്റഡ് കമ്പനീസ്, അതായത് ഗ്രീൻ ഓറിയൻറ്റഡ് കമ്പനീസ് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മരങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടത്തുന്ന ഒത്തിരി കമ്പനികളുണ്ട്. എന്താണ് ക്രിയേറ്റീവ് ചലഞ്ച് കോമ്പറ്റീഷൻസ് ഒക്കെ പോലുള്ള എന്നാൽ ട്രീ പ്ലാന്റേഷൻ ചലഞ്ചുകൾ നടത്തുന്നുണ്ട്. 100 മരം 200 മരം അങ്ങനെയൊക്കെ നടന്ന സംഭവമുണ്ട്. അതെല്ലാം നമ്മൾ ഫ്രണ്ടിലോട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. സ്കിപ്പ് ദി യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ്
പ്രാക്ടീസ് ഓർഗാനിക് ഫാമിങ്, പൊല്യൂഷൻ കൺട്രോളിങ് ലോസ്. ഇത്രയാണ് വാട്ടർ പൊല്യൂഷൻ അതിൻ്റെ അകത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കിയെങ്കിലേ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. താങ്ക് യു.